പീലി വിടർത്തി നിൽക്കുന്ന മയിൽ. എന്റെ മോനെ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കരുത്. എങ്ങനെയുണ്ട്? സസ്യ ബുക്കാണോ മാംസ ബുക്കാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കിക്കിളിയാവുണ്ടാ ബേർഡ്സ് ഒക്കെ കംപ്ലീറ്റ് പുറത്ത് ഇങ്ങനെ നടക്കുന്നു. 6 ആഴ്ച ഭക്ഷണം ഇല്ലാതെ സർവൈവ് ചെയ്യലോ. ഏതാ മുതല് ചിടപ്പോ ഉണക്കി വെള്ള അടിപൊളി. നോ കൾച്ചർ ഇല്ലാത്ത അനിമൽസ് ആണല്ലോ. അണ്ടർ വാട്ടർ ഇവിടെ കണ്ടിലാണ് പെങ്കിൻസ് കളിക്കണ്. എന്റെ മോനെ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കേട്ടാ, രാവിലെ തന്നെ നേരെ വരുന്നു വൈൽഡ് ലൈഫ് പാർക്ക്. ലങ്കാവിയിലെ വൈൽഡ് ലൈഫ് പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത്. ടിക്കറ്റ് എന്താണെന്ന് അറിയില്ല, ചോദിച്ചോക്കട്ടെ. ഇവിടെയൊക്കെ ടിക്കറ്റ് റേറ്റ് ആണ് പ്രശ്നം. ഫാമിലി ആകുമ്പോൾ ടിക്കറ്റ് ചോദിച്ചാ അഡൽട്ട് ചൈൽഡ് എടുക്കല. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കിട്ടാം. അവിടെ കണ്ടില്ല, ഗെറ്റ് ക്ലോസർ. പാർക്കിംഗ് ഫ്രീ ആണ്. നല്ല അടിപൊളി ഏരിയ ആണ്. ഉച്ചയായിട്ടപ്പോൾ ഏകദേശം നമ്മൾ ഡേ 3 ആണ് ലങ്കാവി. ഇന്ന് ലാസ്റ്റ് ഡേ. നാളെ ഉച്ചക്കാണ് ഫ്ലൈറ്റ്. നാളെ മുതൽ നമ്മൾ മലേഷ്യ കോലാലംപൂർ ആണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് വാങ്ങല. 10 റിങ്കറ്റ് എടുത്താൽ റീഡീം യുവർ അനിമൽ ഫുഡ് പാക്ക് ഇയർ പേ ചെയ്ത് ടിക്കറ്റിൻ്റെ കൂടെ പേ ചെയ്താൽ ഫുഡുകൾ തരും. ആപ്പിള്, ക്യാരറ്റ്, ഇലകളൊക്കെ ഉണ്ട്. ഇത് രസമായിരിക്കും. അത് നമുക്ക് നേരിട്ട് ലൈവായിട്ട് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ കിടക്കുകയാണ് പാർക്കിലേക്ക്. ദിസ് ഈസ് ദ എൻട്രൻസ്. അതവിടെ മക്കാവോ അതാ ബേർഡ്സ് എന്താ പറയണേ? വാ കടിക്കുന്നുണ്ട്. വല്ല ഉച്ചെടുത്തൊക്കെ വരില്ല ഉച്ചൊക്കെ. ബേർഡ്സ് ഒക്കെ കംപ്ലീറ്റ് പുറത്ത് ഇങ്ങനെ നടക്കും. നല്ല രസമാണ്. കൊടുക്കുക. വെയിറ്റ് ചെയ്യ്. അടുത്ത സെക്ഷൻ ഇതിനെന്താ പറയല്? കൊക്കോ സ്വാം എന്നല്ലല്ലോ, ഫ്ലെമിങ്ങോ എന്താ രസം. അതിൻ്റെ ചൊറുക്കൊക്കെ. ആ കൊക്കിൻ്റെ ഭാഗം അടിപൊളി. പിങ്ക് കളർ, കാല് പിങ്ക്. വാവ്, അടിച്ചാ പൊളി. നിന്റെ പേരാരടോ? മാൻഡറിൻ ഡക്കോ? ഫിഷ് പൊളിച്ചിട്ടോ. കളർഫുൾ, അടിപൊളി കളർഫുൾ. കണ്ട പ്രാവാന്ന് വിചാരിച്ചില്ല. അടുത്ത സെക്ഷൻ നൊക്ടേണൽ അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നോ കൾച്ചറൽ ഒന്നുമല്ല, നൊക്ടേണൽ അനിമൽസ് ആണ്. നോ കൾച്ചർ ഇല്ലാത്ത അനിമൽസ് ആണല്ലോ. ഇവിടെ എന്താ ഉള്ളത്? ഐഫോണുമ്മ കളിച്ചേട്ടാ. ഐഫോണുമ്മ കളിക്കുന്നത്. കുറുന്നരി എന്താ സാധനം? അറിയില്ല. എന്താ ക്യാരറ്റ് പറ്റിയില്ല? ക്യാരറ്റും മറ്റൊന്നും പറ്റണില്ല. ഒരു ന്യൂജൻ ടീമാണോന്നുണ്ട്. ഓൺലി ഫ്രൈഡ് ആൻഡ്. അടുത്ത് ഡക്ലിങ്, ഒറിജിൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്ടാ. സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇതിന് കാണാൻ നല്ല രസമാണ്. ചുണ്ടൊക്കെ നോക്കി, പിങ്ക് കളർ. വാവ്, അടിപൊളി സാധനം. ഗോൾഡ് ആൻഡ് പിങ്ക്. പൊളിച്ച താറാവ്. നമ്മുടെ നാട്ടിലുണ്ട് താറാവ്. ഇതാണ് മിനി മോൺസ്റ്റർ ഓഫ് ആമസോൺ, ഡ്വാർഫ് കൈമാൻ. ആളെ കണ്ടോളെ, ഡ്വാർഫ് കൈമാൻ. ഏതാ ഇരുത്തം. അനങ്ങണില്ല. മിനി മോൺസ്റ്റർ ആട്ടാ. ഇരുത്തം നോക്കണ്ട. സൈലന്റ് ആണെങ്കിലും വയലന്റ് ആണ്. 2 ആൾക്കാരാണല്ലോ. ഏതാ പാമ്പ് അറിയോ? പേരെന്താ? പേര് സ്നേക്സിന്റെ ഏരിയ ട്ടാ. ആൽബിനോ ബർമീസ് ആണല്ലോ. ഏതാ സാധനം. ചൊറുക്കൊക്കെ എൻ്റെ ഒക്കെ കളറ്. ഇവിടെ വേറെ ഡിസ്പ്ലേ വെച്ചേക്കണ കേട്ടോ. അതാ കിടക്കണം. നെയിം ഫോർ ദിസ് പൈത്താണോ? പൈത്താൻ കാറ്റഗറിയാണ്. പൈത്തൺ, ബർമീസ് പൈത്തൺ. തൊട്ടൊക്കെ വേണ്ട. തടവാൻ എന്നോട് തടാനിങ്ങനെ. അയ്യോ ഇല്ല, പേടിയൊന്നുമില്ല. ഡേഞ്ചറസ്? നോ. ഓക്കെ റെസ്റ്റിംഗ്. ഇപ്പൊ വയറ് ഫുള്ളാണ്.
ഇതാണ് സ്കിന്നി പിഗ് കേട്ടോ. എന്ത് രസ, ക്യൂട്ട് സാധനം, അടിപൊളി. ഉറങ്ങണ പോലെ നീപ്പിച്ച് തിന്നാൻ കൊടുക്കണൊക്കെ. സ്കിന്നി പിഗ് പൊളിച്ച്. ഇവിടെ ഷുഗർ ഗ്ലൈഡർ ഉണ്ട് കേട്ടോ. ഞാൻ അത് വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സാധനം. തൊട്ടിയെ കെട്ടി കൊടുത്തിരിക്കണം, അതിൻ്റെ ഉള്ളിലാണ്, കാണുന്നില്ലാണ്ടില്ലേ. കുട്ടികളെ ഉറങ്ങണമെന്നുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം. ഇതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ്. ഞങ്ങൾ വേണോ വേണ്ട വെച്ചിട്ട് വന്നാണ്. കുഴപ്പമില്ല, നല്ലൊരു ഫ്രണ്ട്ലി ടൈപ്പ് ഓഫ് ഇതാണ്, എന്താ പറയുക, സൂ ആണ്. നമുക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ കുറച്ചും കൂടെ ഇൻട്രാക്ഷൻ. ഇതെന്താ പിഗനെ, ഗിനിയ പിഗ്സ്, അതും എല്ലാ വെറൈറ്റി ഉണ്ട് അല്ലേ. വാ, അടുത്ത സെക്ഷനിലേക്ക് കടന്നിട്ടാ. അങ്ങനെ ഓരോ സെഗ്മെൻ്റ് ആയിട്ട് വെച്ചൊക്കെയാണ്. നല്ല രസമായിട്ട് ചെയ്തേക്കണം. ഒരു കാട്ടുകൂടിയൊക്കെ നടക്കുന്ന ഫീലിലേക്ക് എത്തിപ്പോൾ. ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കിടക്കല്ലേ. ഉള്ളിലൊക്കെ നമുക്ക് എൻട്രി ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നിങ്ങൾ മസ്റ്റായിട്ട് കയറണം കേട്ടോ. ബേർഡ് സ്പീഡിങ് സെക്ഷൻ ആട്ടോ. അതാ വാവ്, അയ്യവാ ഇരിക്കാനേ. എങ്ങനെയുണ്ട് എന്താ എക്സ്പീരിയൻസ്? പൊളിയാ? സാധാ നമ്മളെ ലവ് ബേർഡ്സ് അല്ലേ? എങ്ങനെയുണ്ട്? കടിച്ചുണ്ടോ? എങ്ങനെയുണ്ട്? എന്തേ കിക്കിളിയാവുണ്ടോ? ഇതിന്റെ ഫുൾ ഏരിയ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആട്ടോ. ഇതിനൊന്നും വേറെ ചാർജ് ഇല്ല. ഇത് കോയിയാന്നാണ് ആദ്യം വിചാരിച്ചിട്ട്. ഇത് പ്രാവാണല്ലോ, കോയിപ്രാവോ ഏതാ സാധനം. ഇതൊക്കെ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ കഴുത്തിൽ ഇതില്ല, വേറെ ടൈപ്പ് ഇഷ്ടംപോലെ ഐറ്റംസുകളുണ്ട്. വാവ്, ഒന്നും വേണ്ടേ. മയിലിൻ്റെ ഏരിയയാണ്. മയിലിനൊന്നും പറ്റുന്നില്ല. ക്യാരറ്റ്, ആപ്പിള്, ഇലവർഗ്ഗങ്ങളൊന്നും പറ്റുന്നില്ല. സസ്യബുക്കാണോ മാംസബുക്കാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വാവ്, സക്സസ്ഫുൾ. അവസാനം കിട്ടി. വെള്ള സാധനം. അത് മറ്റേ കൊടുക്കൽ വെള്ള അടിപൊളി. അടുത്ത സാധനം മിക്സ്ഡ് കളറ് കൊടുക്കേ. എന്താ കടൽ തന്നെ? അയവാ മതി, പൊളിച്ച്, വല്ലാണ്ട് കൊടുക്കണ്ട. ഓ, വീലി വിടർത്തി നിൽക്കുന്ന മയിൽ. എൻ്റെ മോനെ, ഏതാ നൃത്തം, പൊളിച്ചില്ല. തിന്നുണ്ടാ? ഓ, മൈപ്പീലിൻ്റെ ഒരു ചെറുക്കോക്കി. അതാ പോകുന്നു, അതാ താവുന്നു. ക്ലോസ് ചെയ്യാൻ സമ്മതിക്കരുത്. നെക്സ്റ്റ് സെക്ഷൻ. എൻ്റെ മോനെ, അത് ഗ്ലാസ്സിൽ ആക്കിയിട്ടുള്ള കുറേ സാധനങ്ങളാട്ടാ. ഉള്ളു നല്ല രസമുണ്ടല്ല. സെക്ഷൻ ആക്കിയതുകൊണ്ട് കാണാൻ. ഇതൊരു ലിസാർഡ്സിൻ്റെ സെക്ഷനാട്ടോ. അതവിടെ സാധനം എന്താ? എങ്ങനെയുണ്ട്? പൊളിയല്ല? ഇത് ഫുള്ള് ലിസാർഡ് സെക്ഷനാണ്. നല്ല രസമുള്ള ഓറഞ്ച് കളറൊക്കെ. തവളിയല്ല പാമ്പല്ല പറഞ്ഞ മാതിരി ഒരു സാധനം. തവളിയിലും പാമ്പിലും മിക്സ് ചെയ്തുണ്ടാക്കി. ഓ, ഇത്രയും പല്ലിയിലൊക്കെ ഇത്രയും കാറ്റഗറി ഉണ്ടല്ല. പൊളിച്ച സംഭവങ്ങൾ. ഇത് അടുത്ത സെക്ഷൻ. അതായത് മുകളിൽ കംപ്ലീറ്റ് ഉണ്ടല്ലോ ഞങ്ങൾ നെറ്റ് ഇട്ടിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ പ്രതീതി ഉണ്ടാക്കിക്കാം. ഈ സൈഡിൽ വാട്ടർഫാൾസ് ഉണ്ട്. ഫുള്ള് സെറ്റപ്പ്. ഓ, ഇതിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടില്ല. തിന്നാൻ കൊടുക്കുക. വാവ്, പൊളിച്ചിട്ടാ. തലമ തൊട്ടോ ആടല്ല. അയ്യോ, അവിടെ മാന കേട്ടോ. ഉള്ളിൽ കയറി നല്ല അടിപൊളിയായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. അയ്യോ,
എങ്ങനെയുണ്ട്? അടിപൊളിയാ? അടിപൊളിയതാ? വള്ളത്തിലുള്ള ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മോനെ എന്ത് സൈസ് സാധനം. ഞാൻ അവിടെ കിടക്കണതേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒന്നുള്ളൂ വിചാരിച്ച് വെറുതെ നോക്കിയതാ വെള്ളത്തേക്ക്. എന്ത് സൈസ് മുതലല്ലേ. ഈ അനങ്ങാതെ കിടക്കണ ഒരു സംഭവം കേട്ടോ. ഒരു അനക്കുമില്ല. ആ റേറ്റ് ആ തലക്കത്താ കണ്ടത്. കാലിൻ്റെ തൊട്ടടിയിലുള്ള കണ്ടിട്ടില്ല. എൻ്റെ മോനെ സൈസ് സാധനം. ഞങ്ങൾ ഈ ചൈനക്കാരെന്തോ ഒച്ച ഉണ്ടാക്കുന്നുണ്ടപ്പോൾ വന്ന് നോക്കിയതാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത്. 3 കേട്ടോ. ഇനി അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. നോക്കിയാൽ കാണാം. ഓസ്ട്രേലിയൻ കാങ്കരു രണ്ടാളെന്തോ കാര്യപ്പെട്ട പണിയില്ല. വിളിച്ചിട്ടൊന്നും വരുന്നില്ല. ഫുഡ് കാണിച്ചു കൊടുത്തിട്ടൊന്നും മൈൻഡ് ചെയ്യണില്ല. റെസ്റ്റിംഗ് ടൈം ആണോന്നുണ്ട്. ഇത് യമു അല്ല? ഇത് യമു അല്ല? യമുവിന് പോലും ഒന്നും വേണ്ടാത്ത അവസ്ഥ. വേണ്ട കൊടുത്തിട്ടൊന്നും തിന്നുന്നില്ല ഗൈസ്. എല്ലാവരും വയറ് ഫുള്ളാണോന്നുണ്ട്. ഒക്കെ ഉച്ചയായതുകൊണ്ട് ബിരിയാണിയൊക്കെ അടിച്ച് വെള്ളിയാഴ്ചല്ല പിന്നെ മയങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആടിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ. ചവറൻ സൈസുള്ള ആട്. എൻ്റെ മോനെ ഇവിടെ ഉണ്ട് രസം. കീടിലും സാധനം അത് വരുന്നു. തലൊക്കെ കൂടി തല പുറത്ത് കിട്ടുകയാണ് തല. എൻ്റെ മോനെ കീടിലിട്ടോ സാധനം. അടിപൊളി സാധനങ്ങൾ. കോയി ഫിഷ് തീറ്റ കൊടുക്കുകയാണ്. കുറച്ച് അധികം കൊടുക്കുക. അപ്പോൾ കുരു പറഞ്ഞാൽ തുരുത്തിനാ വരുള്ളൂ. അല്ല മൊത്തത്തിലിട്ട് ഇട്ടോളി. അതിക്ക് കയ്യെത്തൂലല്ലോ. അടുത്ത സെക്ഷൻ റാബിറ്റ്സ് മുയൽ. ക്യാരറ്റൊക്കെ തിന്നാൻ കൊടുത്തേക്കണ്. വലിച്ചോണ്ടോ ഏതാ? ഫുള്ള് റാബിറ്റ്സാ? അവിടെ ഉണ്ട്. പുറത്തൊക്കെ ഉണ്ടല്ല. ഇത് മൊത്തത്തിൽ റാബിറ്റ്സിൻ്റെ ഒരു ഏരിയ കേട്ടോ. ഇതിൻ്റെ പേരെന്താ പറയുന്നത്? ഓസ്ട്രേലിയൻ കസോവാരി. ഓസ്ട്രേലിയൻ ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്നതാണ്. നല്ല രസം കേട്ടോ. റെയിൻ ഫോറസ്റ്റ്. അടുത്ത സെക്ഷൻ ഇതെന്താ? എമ്മുന് ഓയ് ഭയങ്കര വെയിലാട്ടാ. വെയിലുദിച്ചു. ചെറിയ കുതിര മിനിയേച്ചർ ഹോസ്. ഒരു ഏരിയ മൊത്തം ഉണ്ട് കേട്ടോ കുതിരക്ക്. ഇത് റൈഡിങ് ഓപ്ഷൻ ഉണ്ടോന്നുണ്ട്. 20 റിങ്കറ്റ് എന്നൊക്കെ എഴുതി കാണുന്നുണ്ട്. അത് ചെറുതന്നെയല്ലേ? വലുതുണ്ടോ? കഴിഞ്ഞ അവിടെ നിന്ന് ഞാൻ തന്നെയാണല്ലോ ബാക്ക് കിടക്കാനാ. സെക്ഷൻ തീർന്നു. അവിടെ മാനുണ്ടല്ലേ? മാനതാ ഡിയർ ഫീഡിങ്. മാന് കൊണ്ട് വിളിച്ചോക്കി. ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന കൊക്കാണത്. തപസ്സിലാണ്. ഏതായാലും കഴിഞ്ഞു. എക്സിറ്റ് അതാ. ചുറ്റി നടന്നു കഴിഞ്ഞു. വെള്ളിയാഴ്ചയാണ്. ജുമുഅ തപ്പണം, പള്ളി തപ്പണം. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങണ തൽക്കാലം. എക്സിറ്റിലായിട്ട് ഈ സാധനം കണ്ടത് ഫ്രഷ് വാട്ടറിലെ മോൺസ്റ്റർ എന്നറിയപ്പെടുന്ന അരാപ്പൈമ. മോനെ എന്ത് സൈസ് സാധനം അറിയോ? 200 കിലോനോ? മോനെ. അങ്ങനെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത സ്പോട്ട് പാണ്ടായ് സെനാങ് ബീച്ചിൻ്റെ അടുത്തുള്ള അണ്ടർ വാട്ടർ വേൾഡ് ലങ്കാവി. ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടൊക്കെ തന്നെയാണ്. ഇന്നലെ വന്നപ്പോൾ അടച്ചിരുന്നു. 5 മണിക്ക് ക്ലോസിംഗ് ആണ്. ഇപ്പോൾ 4 മണിയായി. പോയാക്കട്ടെ. ഇതാട്ടോ ടിക്കറ്റ് ഡീറ്റെയിൽസ്. മലേഷ്യ അല്ലാത്ത ആൾക്കാർക്ക് 62ഉം 50ഉം. കുട്ടിക്ക് 50ഉം 62 വലിയ ആൾക്കാർക്കും. അഗോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ചീപ്പായിട്ട് കിട്ടി. കുറച്ചും കൂടെ ചീപ്പാണ്. ഞങ്ങൾ അഗോഡിക്ക് എടുത്തു. ഇതാണ് സ്റ്റാർട്ടിങ്. അക്വേറിയം. വലിയ മീനുകൾ. മീനിൻ്റെ പേരൊന്നുമില്ല. ബഡാ ഫിഷ്. ട്രോപ്പിക്കൽ ഗർ സാധനം ഇവിടെ ഇതല്ല കേട്ടോ. ഇത് വേറെ. അങ്ങനെ ആണ്ടുപോയി. ഒരു മുതലയല്ല മീനും അല്ലാത്തൊരു സാധനം. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ മുതലമാതിരി. അയ്യോ, ട്രോപ്പിക്കൽ ഗർ. തെരണ്ടി അല്ലത്? തെരണ്ടിയ. എന്താ രസം കാണാനല്ലേ. ഇങ്ങനെ നീന്തി ഒഴുകി കളിക്കണത്.
നമ്മൾ സ്റ്റാർട്ടായിട്ടുള്ളൂ. ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നടന്ന് 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 ഇത് നമ്മൾ നേരത്തെ ഫോറസ്റ്റ് പോയതേ മാതിരി തന്നെ ഭയങ്കര രസമായിട്ടാണ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ഒരു 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 കാട്ടിൻ്റെ ഉള്ളിൽ കയറിയ മാതിരി പാറകളും വാഴ 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 ദിസ് ഈസ് വാഴ. വാവ്, ഇഗ്വാന കുളിയൊക്കെ കഴിഞ്ഞ് പോകണം കേട്ടോ. ഇഗ്വാന 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 തല നനച്ചില്ലട്ടാ, മേനി മാത്രമേ ഉള്ളൂ. മറ്റേ ജലദോഷം ഇതുണ്ടാവും. ചീരാപ്പിൻ്റെ ആളാണ്. സീല് തമ്മിൽ സീൽ പെരുങ്കളി വെള്ളത്തിൽ നല്ല രസമുണ്ട് അതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടാ. എന്താ സ്പീഡില്ലേ, താവുക പൊന്തുക താവുക പൊന്തുക. ഓ അവിടെ പൊന്തി ആണ് അതിൻ്റെ പേര് സീൽസ്. ഓ ഇതോട്ടോ അണ്ടർ വാട്ടർ വേർഡ്. കണ്ടില്ല പെങ്കിൻസ് കളിക്കണ്. എൻ്റെ മോനെ ഫുൾ ഓഫ് പെങ്കിൻസ്. അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. ഇത് കിടക്കിട്ട ഇത് കിടക്കി ഫുള്ള് പെങ്കിൻസ്. ചില ടൈമിൽ ഒന്നാകെ നീന്തി പോണ ചറ പറ ആ പോണ 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 പോണ. ഇത് പൊളിച്ചിട്ടാ, ഇത് മുതലായി. പെങ്കിൻ്റെ ആവാസ കേന്ദ്രത്തിലായിട്ട് നമ്മളിപ്പോൾ ഗ്ലാസ് ഉണ്ടാണ് പോകാൻ വയ്യ. ശരിക്കും മനുഷ്യന്മാരെ മാതിരി ഒന്ന് കയറും ഒന്ന് കുടയും എന്നിട്ട് വീണ്ടും ചാടും തന്നെ. അവിടെ ഒരു ആശാമ്പ് വന്നിട്ടുണ്ട്. ഒന്ന് തിന്നാൻ കിട്ടുക വെച്ചിട്ടെന്നാവും. അതിൻ്റെ ശുശ്രൂഷകർ ഇവിടെ ഉണ്ട്. ഇത് അടിയിൽ കൂടി ദബ്ബാക്കിയിട്ട് ആ അതിന് ടാഗൊക്കെ ഉണ്ട് കേട്ടാ. കുറേ അതാ കുയിലൊക്കെ അതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ. ഓ അവിടെ ഇഷ്ടം പോലെ അതാ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ആദ്യം വിചാരിച്ച് പ്രതിമ ഒക്കെയാണ്, അനങ്ങണില്ല. ആ നിർത്താം. ഇങ്ങനെ ഫോട്ടോ ഒക്കെ പോസ് ചെയ്യണ മാതിരി നിൽക്കണതാ ഫുള്ള്. അവിടെ ഇളകുണ്ട്. സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടി ആണല്ലോ. ടൈറ്റാനിക്കിൽ ഒരാൾ നിൽക്കണ മാതിരി നിൽക്കണമെങ്കിൽ കറക്റ്റ് ടൈറ്റാനിക്കിൽ നിൽക്കണ മാതിരി. മറ്റോല് ജാക്ക് നോക്കണ ഒരാൾ റോസ് കയ്യതങ്ങനെ വളർത്തിക്കുന്നു. അടുത്തായി വെറൈറ്റീസ് ആണ് അപ്സൈഡ് ഡൗൺ സീ ജെല്ലി. ഓ എന്താ സാധനം, ഇതൊക്കെ ഒറിജിനൽ ജീവുള്ള മുതലാണല്ലോ. മാഷാല്ലാ തിളങ്ങണ് കിടിലൻ സാധനം. പൊളിച്ച് വെറൈറ്റി സാധനം നോക്കി. ഇതിൻ്റെ പേര് വൈറ്റ് സ്പോട്ടഡ് സീ ജെല്ലി. എൻ്റെ മോനെ ഫിനിഷിങ് നോക്കി. ഇതിൻ്റെ കാർട്ടൂണിലൊക്കെ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുള്ളൂ. ഓ ഒരു രക്ഷയില്ല. ഞാൻ അതിൻ്റെ വേറൊരു ഐറ്റം ട്രാൻസ്പെറൻറ്റ് സാധനം വൈറ്റ് ബ്ലബ്ബർ സീ ജെല്ലി. ഓ ഉണ്ടോടാ മാർവലസ് മാഷാ എന്ന് പറയുന്ന വേണ്ടി രാജാതി സാധനങ്ങൾ നീണ്ടിട്ടാ. ഒരു റയർ സാധനം നോക്കിയാൽ അതിൻ്റെ വാലൊക്കെ വാലെന്നെ കഴിക്കാറുണ്ട്. ഒന്നുകൂടി ഉണ്ട്, പക്ഷെ അത് കളറ് എങ്ങനെ കാണിച്ചു തരതാണ് അത് സാധനം. ലൈറ്റ് അടിച്ചൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ എന്തൊരു ചൊറുക്കറിയോ. അടുത്ത സെക്ഷൻ കേട്ടോ അതൊക്കെ. അതിൻ്റെ ഒക്കെ ഒരു രസം നോക്കിയാൽ എന്താ ചൊറുക്ക. ഇവിടെ സ്റ്റാർ ഫിഷ് ഉണ്ട്. ആ അത് നീങ്ങണ് സ്റ്റാർ ഫിഷിൻ്റെ ഒക്കെ ഒരു മൊഞ്ച്. അള്ളാൻ്റെ ദുനിയാവിലെ ഓരോ പടപ്പുകളുടെ ഒരു ഭംഗി. അതല്ല കടലിൻ്റെ അടിയിലാണ് കൂടുതൽ അത്ഭുതങ്ങൾ എന്ന് പറയണതില്ല. എന്തോ രസമാണ്, നോക്കിയിരുന്ന് പോകും. അത്രയും സാധനങ്ങളുണ്ട്. കുറേയൊക്കെ ലൈറ്റിൻ്റെ കമ്മ്യൂണിറ്റി അടുക്കാത്തതാണ്, ഇരുട്ടാണ് അവിടെയൊക്കെ. ഇതാണ് ബാനർ ബട്ടർഫ്ലൈ ഫിഷ്. അതിൽ ആ വെള്ള കളർ യൂണിക്കോൺ ഫിഷ്. അതിൻ്റെ തലമൊക്കെ യൂണിക്കോൺ ഫിഷ്. നെറ്റിമല കണ്ണ് യൂണിക്കോൺ ഫിഷ്. ഈ ബട്ടർഫ്ലൈ കളർ എന്ത് രസമല്ലേ കാണാന്. അക്വേറിയത്തിൽ ഇങ്ങനത്തെ സാധനമൊക്കെ വരണം. അതിൻ്റെ മൂന്നോക്കി ഓ എന്തതി സ്ലിമാണ് ഒരു വെറൈറ്റീസ് ആണ്. സ്പോർട്ട് പിൻ പോർക്ക് പിൻ ഫിഷ് സെറ്റപ്പ് സാധനം ഇട്ടത് അവിടെ അതിനെ കാണിച്ചുതരാ. എന്താ നോക്കിയതിൻ്റെ ഒക്കെ ഒരു പ്രത്യേക തരം ഒരു മോൺസ്റ്റർ ലുക്ക്. എൻ്റെ മോനെ എൻ്റെ സൈഡിലൊക്കെ നോക്കി, സൈഡിൽ മേലൊക്കെ മുള്ളിങ്ങനെ ഉള്ളിലേക്ക് പോയിക്കണ നോക്കി.
പക്ക ഇത് ഫിനിഷിങ്ങിലുള്ള ഷാർപ്പ് മുള്ളുകളോ ഒറ്റ തുരിജലിന് പൊം നിറണ്ടി വരും. ഫീമെയിൽ ബ്ലാക്ക് ടിക് റിപ്പ് ഷാർക്ക് ഇൻക്യുബേറ്റ് ദർ യങ് ഫോർ അപ് ടു 16 വന്നിട്ട് വരുന്ന ഷാർക്ക്. ബേബി ഷാർക്ക് ഉണക്കി. പിന്നെ ഈ വൈറ്റ് ടിപ്പ് റീഫ് ഷാർക്കിൻ്റെ ഒരു പ്രത്യേകത എഴുതിയിട്ടുണ്ട്. സർവൈവ് ഫോർ 6 വീക്ക്. 6 ആഴ്ച ഭക്ഷണം ഇല്ലാതെ സർവൈവ് ചെയ്യുമല്ലോ. ഏതാ മുതൽ ചിടപ്പോൾ ഉണക്കി കൊച്ചു ഗള്ളൻ. ഇതൊക്കെ ഉണ്ടോ, ഒരു 15 മീറ്റർ ഇട്ടാണല്ലേ. ഇതിൽ ഏകദേശം 6 ലക്ഷം ലിറ്റർ സീ വാട്ടർ. ഇതിൽ ഫീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞു 3:30 ഡെയിലി ടണൽ ഫീഡിങ്. 6 ലക്ഷം ലിറ്റർ. ഇത് ഫുള്ള് ഇങ്ങനെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഫീഡിങ് കഴിഞ്ഞു. മേലക്കൊക്കെ ഉണ്ട്. ഇത് വേറൊരു ഔട്ട്ഡോർ സെക്ഷനാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിക്കണോ നിങ്ങൾ. വെള്ളച്ചാട്ടം, മാർവലസ്. ഇതൊക്കെ ഫിഷ് ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് അവിടെ. കപ്പലിൻ്റെ അതേ ഷേപ്പിലൊരു ഫിഷ് നോക്കി നിങ്ങൾ. കപ്പലിൻ്റെ അതേമാതിരി. വാവ്. വാ, ആരത്? മൊഞ്ചനാണല്ലോ. പേരൊക്കെ ഉണ്ട് ഇവിടെ. എംബർ ഏഞ്ചൽ ഫിഷും ഹോൺ നോസ്ഡ് ബോക്സ് ഫിഷും. അതല്ല, ഇത് കഴിഞ്ഞല്ലോ. ഇത് ആ പൈസക്കുള്ള മുതലപ്പം ഇല്ല കേട്ടാ. ഞങ്ങൾ വിചാരിച്ച് പെങ്കിൻ്റെ കൂടെയും മറ്റേ ഡോൾഫിൻ്റെ ഒക്കെ കൂടെ എന്തോ വീഡിയോയിൽ അങ്ങനെ കണ്ട്. അതൊന്നും ഇല്ലെന്നാവോ തൈലം. അപ്പോൾ ഇത് അണ്ടർ വാട്ടർ വേൾഡ് ആ ഒരു റേറ്റിനുള്ളൊരു മുതൽ ഫീൽ ചെയ്തില്ല. കുറഞ്ഞ സമയം മാത്രം. വെരി ബാഡ്. ഞാൻ ബാറ്ററി സേവർ മോഡൊക്കെ ഓൺ ആക്കിക്കൊണ്ട് വരുന്നു. എങ്കായപ്പോൾ ഒക്കെ പോയി. ഗൈസ്, അണ്ടർ വാട്ടർ മറ്റേ അക്വേറിയം കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് സെനാങ് ഏരിയ കേട്ടോ. ഭയങ്കര ഹാപ്പനിങ് പ്ലേസാണ്. ലങ്കാവിയിലെ മോസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഫോറിനേഴ്സൊക്കെ വരുന്ന ബീച്ച് ഏരിയകൾ, ഏറ്റവും വൈബ് ഏരിയ. എപ്പോഴും അതേമാതിരി ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ. കാരണം ഞങ്ങൾ ഇതുവരെ സ്റ്റേ ചെയ്ത് കുവ എന്ന് പറഞ്ഞ ഏരിയയാണ്. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് പീസ്ഫുള്ളാണ്. അവിടെ ഫുള്ള് ഫോറിനേഴ്സ്, കടകൾ, ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്, ജഗപക ആയിരിക്കും. അതായത് സെനാങ് മാളൊക്കെ ഉണ്ട് അവിടെ. അത് മേലെ ഒരു സാധനം പോകണം ചേരാം. കണ്ട പാരാഗ്ലൈഡിങ്, ഈ ബീച്ച് ആക്ടിവിറ്റി മൊത്തം ഈ ഏരിയയിലാണുള്ളത്. നമ്മളീ കുവ ശരിക്ക് മറ്റേ ബോട്ട് ജെട്ടി, അവിടെ ഷവർമൻ്റെ ഒക്കെ കുറ്റി നോക്കി. അവിടെ സെനാങ് മാള് പറഞ്ഞിട്ടാ, സെനാങ് മാള്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പനിങ് പ്ലേസാണ്. ബീച്ച് വൈകുന്നേരം ബീച്ച് നല്ല വൈബാണ്. സെനാങ് മാളിൻ്റെ അടുത്ത് ഒരു ഷവർമ്മക്കട ഇന്നലെ നോക്കി വെച്ചതായിരുന്നു ഞങ്ങൾ. വീട്ടിലെ ഷവർമ്മ. യാസ്മീൻ എന്നാണ് പേര്. യാസ്മീൻ, സെനാങ് മാളിൻ്റെ അടുത്ത്. ബീഫും ഒരു ചിക്കനും. എത്ര? 28 റിങ്കറ്റ്. ഉണ്ടാക്കണൊക്കെ സൂപ്പറാട്ടാ. അതിൽ മുക്കും ശരിക്ക്. അതിൽ മുക്കിയിട്ടാണ് ഇതിമ ടോസ്റ്റ് ചെയ്യണത് സോസിൽ. ചിക്കൻ ഷവർമ്മ കഴിക്കാൻ പോവുകയാണ്. അടിപൊളി. തൂമാണ് മറ്റേ സാധനം. എന്താ ഒരു സോസ് ഇട്ടീന്ന്? മയോണീസ് അല്ലല്ല. അടിപൊളി. സിറിയൻ. അപ്പോൾ ഇതാണ് പണ്ടായി സെനാങ് ഏരിയ, സെനാങ് ബീച്ച് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഓഫ് ഹാപ്പനിങ് പ്ലേസ്. ഫുള്ള് ഉണ്ട്. അവിടെ ഫയർ ഷോ ഉണ്ട്. അതൊക്കെ ഫ്രീ ആണ്. ഫുൾ ഓഫ് ഫ്രീ. ഫയർ ഷോ ഇവിടെ. ബീച്ചിൽ ഫുട്ബോള്, ബീച്ച് വോളിബോള്. ഏതാ കളി. പിന്നെ മെയിനായിട്ട് അതാ കടലിലെ ആക്ടിവിറ്റീസാണ്. കാണുന്നുണ്ടോയെന്നറിയില്ല. ആകാശത്തൊക്കെ അതാ പാരാസെയിലിങ്, ജെറ്റ് സ്കീ, ബോട്ട് റൈഡ്, അങ്ങനെ ഒരു പോക ആൾക്കാരെ കൊണ്ട് ചിറിയും കളിക്കാരും ഇവിടെ. അപ്പോൾ സമയം 7:30 മണിയായിട്ടാണ്. ഇതൊക്കെ കത്തിക്കാൻ വെച്ച സാധനങ്ങളാണ്. ഇതൊക്കെ ഫുള്ള് ഫയർ. ഒന്നും കൂടെ സൺസെറ്റ് കഴിഞ്ഞിട്ട് 7:30 മണി മഗ്‌രിബ് വാങ്ങിക്കൊടുത്തു. ഇവിടെയൊക്കെ ഫയറിൻ്റെ സ്റ്റേജുകൾ. ആ ഭാഗത്ത് ഓരോ റിസോർട്ടുകൾ സെറ്റാക്കിയത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പാണ്ടായി. സെനാങ് എന്നാണ് എഴുതുക, ചെനാങ് എന്നാണ് വായിക്കട്ടാ. ഞാൻ ഇപ്പോൾ അവിടെ മൈക്കിയിൽ പ്രൊനൗൺസ് ചെയ്തപ്പോഴാണ് കേട്ടത്. ചെനാങ്, പാണ്ടായി ചെനാങ്. അപ്പോൾ ഓക്കെ, ഇന്നത്തോടുകൂടി ഏകദേശം ചെനാങ്ങിലെ വിശേഷങ്ങൾ, ലങ്കാവിലെ വിശേഷങ്ങളൊക്കെ തീരും. നാളെ ഉച്ചക്ക് ഫ്ലൈറ്റാണ് ഇൻഷാല്ലാ. നാളെ ഒരു സ്ഥലം കൂടി രാവിലെ ഒന്ന് പോയി നോക്കണം എന്നുണ്ട്. കൂടി കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ ടു മലേഷ്യ കുലാലംപൂർ. അപ്പോൾ ഓക്കെ. അല്ല, ടാറ്റ ബൈ ബൈ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവാണെന്ന്. അപ്പോൾ ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.